ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. മാനവേന്ദ്രൻ പിന്നെ ലക്ഷ്മണൻ തന്നെയും വാനര രാജാ നാമാർക്കന്മജനെയും രാവണബാണ വിതാരിതന്മാരായ പാവകപുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തന്നെ സിദ്ധാന്തമെല്ലാം അരുൾ ചെയ്തു മേവിനാൻ. രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടു പേർത്തും നിജാർത്തികളോർത്തു ചൊല്ലിയിടിനാൻ. നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയും അർത്ഥപുരുഷാകാരാദിയും നഷ്ടമായി വന്നിതൊടുങ്ങി സുഹൃതവും കഷ്ടകാലം നമുക്കാഗതം നിശ്ചയം. വേദാവുതാനുമാരണ്യഭൂപനും വേദവതിയും മഹാനന്ദികേശനും രംഭയും പിന്നെ നളകൂപരാദിയും ജമ്പാരി മുമ്പാം നിലിംബവരന്മാരും കുംഭോത്ഭവാദികളായ മുനികളും ശംഭു പ്രണയിനിയാകിയ ദേവിയും പുഷ്ടതപോബലം കൊണ്ടുപാതിവൃത്യ നിഷ്ഠയോടെ മരുകുന്ന സ്ത്രീകളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടാ എന്നു നിർണയം. ചിന്തിച്ചു കാൺമിൽ നമുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചു കൊള്ളുവാനഹോ. കാലാരി തുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി. 6 മാസം കഴിഞ്ഞെന്നീ ഉണർന്നിടുമാറില്ലുറങ്ങിത്തുടങ്ങിയിട്ടവനും ഇന്ന് 9 നാളു കഴിഞ്ഞതേയുള്ളു. നിങ്ങൾ അൻപോടുണർത്തുവിൻ വല്ല പ്രകാരവും. രാക്ഷസരാജനിയോഗേന ചെന്നോരോ രാക്ഷസരെല്ലാരും ഒരുമ്പെട്ടുണർത്തുവാൻ. ആനക ദുന്ദുഭി മുഖ്യവാദ്യങ്ങളും ആനതീർക്കാലാൽ കുതിരപ്പടകളോടും കുംഭകർണോരസി പാഞ്ഞുമാർത്തും ജഗൽ കമ്പം വരുത്തിനാരെന്തോരു വിസ്മയം. കുംഭസഹസ്രം ജലം ചൊരിഞ്ഞിടിനാൻ കുംഭകർണശ്രവണാന്തരേ. പിന്നെയും കുംഭീവരന്മാരെ കൊണ്ടു നാസാരന്ധ്ര സംഭൂതരോമം പിടിച്ചു വലിപ്പിച്ചും തുമ്പിക്കരമറ്റലറിയുമാനകൾ ജംഭാരി വൈരിക്കു കമ്പമില്ലേതുമേ. ജംഭാസമാരംഭമോടുണർന്നിതു സംഭ്രമിച്ചോടിനാൻ ആശരവീരരും. കുംഭസഹസ്രം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോഗ്യമന്നവും കുന്നുപോലെ കണ്ടോരിമ്പം കലർന്നെഴുന്നെറ്റിരുന്നീടവൻ. ക്രവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദചിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാൻ. കാര്യങ്ങളെല്ലാം അറിയിച്ചുണർത്തിയ കാരണവും കെട്ടു പത്നി കണ്ഠാനുജൻ. എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീർത്തു വരുവനെന്നിങ്ങനെ ചൊല്ലിപ്പുറപ്പെട്ട നേരം മഹോദരൻ മെല്ലെ തൊഴുതു പറഞ്ഞാനതു നേരം. ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു. ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നു വണങ്ങിനാൻ. ഗാഠമായ ലിംഗനം ചെയ്തിരുത്തിനാൻ ഊഢമോദം നിജ സോദരൻ തന്നെയും. ചിത്തേ ധരിച്ചിതില്ലോർക്ക നീ കാര്യങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും ഇന്നടോ. സോദരി തന്നെ നാസാകുജങ്ങളെ ഛേദിച്ചതിന്നു ഞാൻ ജാനകി ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കൊണ്ടാരാമസീമനി കൊണ്ടുവന്നു വച്ചിടിനേൻ. വാരിധിയിൽ ചിറകെട്ടിക്കടന്നവൻ പോരിന്നു വാനരസേനയുമായി വന്നു കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയുമെയ്തു മുറിച്ചാൻ ചിതശ്രമം. കൊല്ലാതെ കൊന്നയച്ചാനതു കാരണമല്ലൽ മുഴുത്തു ഞാൻ നിന്നെയുണർത്തിനേൻ. മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്നെ രക്ഷിച്ചു കൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ കുംഭകർണനും. നന്നു നത്തത്രയും നല്ലതേ നല്ലുകൾ. നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുകൾ. നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നന്നതല്ലാതവർക്കുണ്ടോ നല്ലതുണ്ടാകുന്നു. സീതയെ രാമനു നൽകുകെന്നിങ്ങനെ സോദരൻ ചൊന്നാനതിനു കോപിച്ചു നീ. ആട്ടിക്കളഞ്ഞതു നന്നോർത്തു നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ. നല്ലവണ്ണം വരും കാലമെല്ലെന്നതും ചൊല്ലാമതുകൊണ്ടതും കുറ്റമല്ലടോ. നല്ലതൊരുത്തരാലും വരുത്താവതല്ലൽ വരുത്തും ആപത്തണയുന്ന നാൾ.
കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീര്യവും ശത്രുമിത്രങ്ങളും മധ്യസ്ഥപക്ഷവും അർത്ഥപുരുഷാകാരാദിഭേദങ്ങളും നാലുപായങ്ങളും ആറു നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു. പഥ്യം പറയും അമാത്യനുണ്ടെങ്കിലോ ഭർതൃസൗഖ്യം വരും, കീർത്തിയും വർദ്ധിക്കും. ജാനകി തന്നിലാശയുണ്ടായതും ഞാൻ അറിഞ്ഞേനതു നാത്രിഞ്ചരാധിപ. ഇന്ദ്രിയങ്ങൾക്കു വശനായിരിപ്പവൻ എന്നും ആപത്തൊഴിഞ്ഞില്ലെന്നു നിർണയം. ഇന്ദ്രിയഗ്രാമം ജയിച്ചിരിക്കുന്നവൻ ഒന്നുകൊണ്ടും വരാ നൂനമാപത്തുകൾ. നല്ലതല്ലെന്നങ്ങറിഞ്ഞിരിക്കെ ബലാൽ ചെല്ലുമൊന്നിങ്കലൊരുത്തനഭിരുചി. പൂർവജന്മാർജിത വാസനയാൽ അതിനാവതല്ലേതും അതിൽ വശനായി വരും. എന്നാൽ അതിങ്കൽ നിന്നാശു മനസ്സിനെ തന്നെ ശാസ്ത്ര വിവേകോപദേശങ്ങൾ കൊണ്ടു വിധേയമാക്കിക്കൊണ്ടിരിപ്പവനുണ്ടോ ജഗത്തിങ്കലാരാനുമോർക്ക നീ. മുന്നം വിചാരകാലേ ഞാൻ ഭവാനോടു തന്നെ പറഞ്ഞതില്ലേ ഭവിഷ്യൽ ഫലം. ഇപ്പോൾ ഉപഗതമായി വന്നിരീശ്വര കൽപ്പിതമാർക്കും തടുക്കാവതല്ലോ. മാനുഷനല്ല രാമൻ, പുരുഷോത്തമൻ, നാനാജഗന്മയൻ, നാരായണൻ പരൻ. സീതയാകുന്നതു യോഗമായാദേവി, ചേതസീ ധരിച്ചിടൂ നീ അങ്ങനെ. നിന്നോടു തന്നെ പറഞ്ഞു തന്നീലയോ മന്നവ, മുന്നമേ എന്തോന്നരുതാഞ്ഞതും. ഞാനൊരു നാൾ വിശാലയാം യഥാസുഖം കാനനാന്തേ നരനാരായണാശ്രമേ. വാഴുന്ന നേരത്തു നാരദനെ പരിതോഷേണ കണ്ടു നമസ്കരിച്ചിടിനേൻ. ഏതൊരു ദിക്കിങ്കിൽ നിന്നാഗതനായതെന്നാദരവോടരുൾ ചെയ്ക മഹാമുനേ. എന്തോ ഒരു വൃത്താന്തമുള്ളൂ ജഗത്തിങ്കൽ അന്തരം കൂടാതരുൾ ചെയ്യുക എന്നെല്ലാം ചോദിച്ച നേരത്തു നാരദൻ എന്നോടു സാദരം ചൊന്നാനനുദന്തങ്ങളൊക്കവേ. രാവണ പീഡിതരാ ചമഞ്ഞോരു ദേവകളും മുനിമാരും ഒരുമിച്ചു ദേവദേവേശനാം വിഷ്ണു ഭഗവാനെ സേവിച്ചു സങ്കടമുണർത്തിച്ചു സങ്കടമൊക്കവേ. ത്രൈലോക്യ കണ്ടകനാകിയ രാവണൻ പൗലസ്ത്യപുത്രൻ അതീവ ദുഷ്ടൻ ഖലൻ. ഞങ്ങളെയെല്ലാം ഉപദ്രവിച്ചിടുന്നതെങ്ങുമിരിക്കരുതാതെ ചമഞ്ഞിതു. മർത്യനാലെന്നിയെ മൃത്യുവില്ലെന്നതു മുക്തം വിരിഞ്ചനാൽ മുന്നമേ കൽപ്പിതം. മർത്യനായി തന്നെ പിറന്നു ഭവാനിനി സത്യധർമ്മങ്ങളെ രക്ഷിക്ക വേണമേ. യുദ്ധമുണർത്തിച്ച നേരത്തു മുകുന്ദനും ചിത്തകാരുണ്യം കലർന്നരുളി ചെയ്തു. പൃഥ്വിയിൽ ഞാൻ അയോധ്യയാം ദശരഥപുത്രനായി വന്നു പിറന്നിനി സത്വരം. നക്തഞ്ചരാധിപൻ തന്നെയും നിഗ്രഹിച്ചത്തൽ തീർത്തിയിടുവിനി ത്രിലോകത്തിങ്കൽ. സത്യസങ്കൽപ്പനാം ഈശ്വരൻ തന്നെ ശക്തിയോടുകൂടി രാമനായി വന്നതും. നിങ്ങളെയെല്ലാം ഒടുക്കുവനിനി മംഗലം വന്നുകൂടും ജഗത്തിങ്കലും എന്നരുൾ ചെയ്തു മറഞ്ഞു മഹാമുനി. നന്നായി നിരൂപിച്ചു കൊള്ളുക നീ മാനസേ. രാമൻ പരബ്രഹ്മമായ സനാതനൻ, കോമളൻ, ഇന്ദീവരതളശ്യാമളൻ. മായാമനുഷ്യവേഷം പൂണ്ടരാമനെ കായേന വാച മനസ്സാ ഭവിക്ക നീ. ഭക്തി കണ്ടാൽ പ്രസാദിക്കും രഘുത്തമൻ, ഭക്തിയല്ലോ മഹാജ്ഞാനമാതാവെടോ. ഭക്തിയല്ലോ സദാം മോക്ഷപ്രദായിനി, ഭക്തിഹീനന്മാർക്കു കർമ്മവും നിഷ്ഫലം. സംഖ്യയില്ലാതോളമുണ്ടവതാരങ്ങൾ പങ്കജനേത്രനാം വിഷ്ണുവിനെങ്കിലും. സംഖ്യാവതാം മതം ചൊല്ലുവൻ നിന്നുടെ ശങ്കയെല്ലാം അകലെക്കളഞ്ഞിടുവാൻ. രാമാവതാര സമമില്ലതൊന്നുമേ, നാമജപത്തിനാലേ വരും മോക്ഷവും. ജ്ഞാനസ്വരൂപനാകുന്ന ശിവൻ പരൻ, മാനുഷാകാരനാം രാമനാകുന്നതും. താരക ബ്രഹ്മമത്രേ ചൊല്ലുന്നതും, ശ്രീരാമദേവനെ തന്നെ ഭജിക്ക നീ. രാമനെ തന്നെ ഭജിച്ചു വിദ്വജ്ജനമാമയം നൽകുന്ന സംസാരസാഗരം ലംഘിച്ചു രാമപാദത്തെയും പ്രാപിച്ചു സങ്കടം തീർത്തുകൊള്ളുന്നിതു സന്തതം. മായാവിമോഹങ്ങളെല്ലാം കളഞ്ഞുടൻ നീയും ഭജിച്ചുകൊള്ളുകാനന്ദമൂർത്തിയെ. സോദരനേവം പറഞ്ഞതു കേട്ടതി ക്രോധം മുഴുത്തു ദശാസ്യനും ചൊല്ലിനാൻ. ജ്ഞാനോപദേശമെനിക്കു ചെയ്വാനല്ല ഞാനിന്നുണർത്തി വരുത്തി യഥാസുഖം. നിദ്രയെ സേവിച്ചു കൊള്ളുക നീ എത്രയും ബുദ്ധിമാനെന്നതുമിന്നറിഞ്ഞേനഹം. വേദശാസ്ത്രങ്ങളും കേട്ടുകൊള്ളാമിനി ഖേദമകന്നു സുഖിച്ചു വാഴുന്ന നാൾ. ആമെങ്കിലാശു ചെന്നായോധനം ചെയ്തു രാമാദികളെ വധിച്ചു വരിക നീ. അഗ്രജൻ വാക്കുകൾ ഇത്തരം കേട്ടള ഉഗ്രനാം കുംഭകർണൻ നടന്നിടിനാൻ.
വ്യഗ്രവും കൈവിട്ടു യുദ്ധേ രഘുത്തമൻ നിഗ്രഹിച്ചാൽ വരും മോക്ഷമെന്നോർത്തവൻ പ്രാകാരവും കടന്നുത്തങ്ക ശൈലാരാജാകാരമോടലറിക്കൊണ്ടതിദ്രുതം 1000 ഭാരമിരുമ്പുകൊണ്ടുള്ള തന്നായുധമായ ശൂലവും കൈക്കൊണ്ടു വാനരസേനയിൽ പുക്കോരു നേരത്തു വാനരവീരരെല്ലാരും ഓടിനാർ. കുംഭകർണൻ തൻ വരവു കണ്ടാകുലാൽ സംഭ്രമം പൂണ്ടു വിഭീഷണൻ തന്നോടു വൻപുള്ള രാക്ഷസനേവനിവൻ പറകമ്പരത്തോളമുയരമുണ്ടത്ഭുതം. യുദ്ധം രഘുത്തമൻ ചോദിച്ചളവതിനുത്തരമാശു വിഭീഷണൻ ചൊല്ലിനാൻ. രാവണ സോദരൻ കുംഭകർണൻ പൂർവജനത്രയും ശക്തിമാൻ ബുദ്ധിമാൻ ദേവകുലാന്തകൻ നിദ്രാവശനിവനാവതില്ലാർക്കുമേറ്റാൽ ജയിച്ചിടുവാൻ തച്ചരിത്രങ്ങളെല്ലാം അറിയിച്ചു ചെന്നിച്ഛയാ പൂർവജൻ കാൽക്കൽ വീണിടിനാൻ. ഭ്രാതാവിഭീഷണൻ ഞാൻ ഭവൽ ഭക്തിമാൻ പ്രീതി പുണ്ടെന്നെ അനുഗ്രഹിക്കണമേ. സീതയെ നൽകുക രാഘവനെന്നു ഞാൻ ആമോദപൂർവമോളപേക്ഷിച്ചേൻ. ഖഡ്ഗവും കൈക്കൊണ്ടു നിഗ്രഹിച്ചിടുവാൻ ഉഗ്രതയോടുമടുത്തതു കണ്ടു ഞാൻ. ഭീതനായി 4 അമാത്യന്മാരുമായി പോന്നു സീതാപതിയെ ശരണമായി പ്രാപിച്ചേൻ. യുദ്ധം വിഭീഷണ വാക്കുകൾ കേട്ടവൻ ചിത്തം കുളിർത്തു പുണർന്നാനനുജനെ. പിന്നെ പുറത്തു തലോടി പറഞ്ഞതു ധന്യനല്ലോ ഭവാനില്ലകില്ലേതുമേ. ജീവിച്ചിരിക്ക പലകാലമൊഴിയിൽ സേവിച്ചു കൊള്ളുക രാമപാദാംബുജം. നമ്മുടെ വംശത്തെ രക്ഷിപ്പതിന്നു നീ നിർമ്മലൻ ഭാഗവതോത്തമനെത്രയും നാരായണപ്രിയനെത്രയും നീയെന്നു നാരദൻ തന്നെ പറഞ്ഞു കേട്ടേനഹം. മായാമയമി പ്രപഞ്ചമെല്ലാം ഇനി പോയാലുമെങ്കിൽ നീ രാമപാദാന്തികേ എന്നതു കേട്ട അഭിവാദ്യവും ചെയ്തു ഖിന്നനായി ബാഷ്പവും വാർത്തു വാങ്ങിയിടിനാൻ. രാമപാർശ്വം പ്രാപ്യ ചിന്താവിവശനായി ശ്രീമാൻ വിഭീഷണൻ നിൽക്കും ദശാന്തരെ. ഹസ്തപാദങ്ങളാൽ മർക്കടവീരരെ ക്രുദ്ധനായൊക്കെ മുടിച്ചു തുടങ്ങിനാൻ. പേടിച്ചടുത്തുകൂടാഞ്ഞു കവികളും ഓടിത്തുടങ്ങിനാർ നാനാദിഗന്ധരെ. മത്ത ഹസ്തീന്ദ്രനെ പോലെ കവികളെ 100,000 കൊന്നാനരക്ഷണാൽ. മർക്കടരാജനതു കണ്ടൊരു മല കൈക്കൊണ്ടെറിഞ്ഞതു മാറിത്തടുത്തവൻ. കുത്തിനാൻ ശൂലമെടുത്തുകൊണ്ടതി വിസ്തൃതനായി വീണിച്ചു മോഹിച്ചിതർക്കജൻ. അപ്പോൾ അവനെയും മൂക്കോടെടുത്തുകൊണ്ട് ഉൽപ്പന്നമോദം നടന്നു നിശാചരൻ. യുദ്ധേ ജയിച്ചു സുഗ്രീവനെയും കൊണ്ടു നക്തഞ്ചരേശ്വരൻ ചെല്ലുന്ന നേരത്തു നാരീജനം മഹാൽപ്രാസാദമേറിനാരൂഢമോദം പനിനീരിൽ മുക്കിയ മാല്യങ്ങളും കളഭങ്ങളും തൂകിനാലാരസ്യമാശു തീർന്നിടുവാനാദരാൽ. മർക്കടരാജനതേറ്റുമോഹം വെടിഞ്ഞുൽക്കടരോഷേണ മൂക്കും ചെവികളും ദന്തനഖങ്ങളെ കൊണ്ടു മുറിച്ചുകൊണ്ട് അന്തരീക്ഷേ പാഞ്ഞുപോനാനതിദ്രുതം. ക്രോധവുമേറ്റ അഭിമാനഹാനിയും ഭീതിയും ഉൾക്കൊണ്ടു രക്താഭിഷിക്തനായി പിന്നെയും വീണ്ടും വരുന്നതു കണ്ടതി സന്നദ്ധനായെടുത്തു സുമിത്രാത്മജൻ. പർവ്വതത്തിന്മേൽ മഴ പൊഴിയും വണ്ണം ദുർവാരബാണഗണം പൊഴിച്ചിടിനാൻ. 100,000 വാനരന്മാരെയും വക്രത്തിലാക്കി അടയ്ക്കും അവനുടൻ. കർണനാസാവിലത്തൂടെ പുറപ്പെടും പിന്നെയും വാരി വിഴുങ്ങും അവൻ തഥാ. രക്ഷോവരനും അന്നേരം നിരൂപിച്ചു ലക്ഷ്മണൻ തന്നെ ഉപേക്ഷിച്ചു സത്വരം. രാഘവൻ തന്നോടടുത്താനതു കണ്ടു വേഗേന ബാണം പൊഴിച്ചു രഘുത്തമൻ. ദക്ഷിണഹസ്തവും ശൂലവും രാഘവൻ തൽക്ഷണേ ബാണമേതാശു ഖണ്ഡിക്കയാൽ. യുദ്ധാംഗണേ വീണു വാനരവൃന്ദവും നക്തഞ്ചരന്മാരുമൊട്ടുമരിച്ചിതു. വാമഹസ്തേ മഹാസാലവും കൈക്കൊണ്ടു രാമനോടേറ്റമടുത്തു നിശാചരൻ. ഇന്ദ്രാസ്ത്രമേതു ഖണ്ഡിച്ചാനതു വീണും ഇന്ദ്രാരികൾ പലരും മരിച്ചിടിനാർ. ബദ്ധകോപത്തോടലറിയടുത്തു നക്തഞ്ചരാധിപൻ പിന്നെയുമന്നേരം. അർദ്ധചന്ദ്രകാരമായ 2 അമ്പുകൊണ്ടു തുംഗപാദങ്ങളും മുറിച്ചിടിനാൻ. വക്തവുമേറ്റം പിളർന്നു വിഴുങ്ങുവാൻ നക്തഞ്ചരേന്ദ്രൻ കുതിച്ചടുക്കുന്നേരം. പത്രികൾ വായിൽ നിറച്ചു രഘുത്തമൻ വൃത്രാരി ദൈവതമായി വിളങ്ങിയിടിനോരസ്ത്രമേതുത്തമാംഗത്തെയും ഖണ്ഡിച്ചു വൃത്രാരി താനും തെളിഞ്ഞാനതു നേരം. ഉത്തമാംഗം പുരദ്വാരി വീണു മുറിഞ്ഞബ്ധിയിൽ വീണുതു ദേഹവുമന്നേരം. കുംഭകർണൻ മരിച്ചോരു വൃത്താന്തവും കമ്പം വരുമാറു കേട്ടു ദശാനനൻ.
മോഹിച്ചു ഭൂമിയിൽ വീണു പുനരുടൻ മോഹവും തീർന്നു മുഹൂർത്തമാത്രം കൊണ്ടു പിന്നെ പലതരം ചൊല്ലി വിലാപിച്ചു ഖിന്നനായോരു ദശഗ്രീവനെത്തതാ ചെന്നു തൊഴുതു പറഞ്ഞു ത്രിശിരസുമുന്നതനായോരധികായ വീരനും ദേവാന്തകനും നരാന്തകനും മുഹുരേവം മഹോദരനും മഹാപാർശ്വനും മത്തനുന്മത്തനും ഒരുമിച്ചതി ശക്തിയേറിയിടും നശാചരവീരന്മാർ എട്ടുപേരും സമരത്തിനൊരുമ്പെട്ടു ദുഷ്ടനാം രാവണൻ തന്നോട് ചൊല്ലിനാർ ദുഃഖിപ്പതിനെന്തു കാരണം ഞങ്ങൾ ചെന്നൊക്കരിപുക്കളെ കൊന്നുവരാമല്ലോ യുദ്ധത്തിനായ അയച്ചിടുകിൽ ഞങ്ങളെ ശത്രുക്കളാൽ ഒരു പീഡയുണ്ടായി വരാ എങ്കിലോ നിങ്ങൾ പോയി ചെന്നു യുദ്ധം ചെയ്തു സങ്കടം തീർക്കെന്നു ചൊന്നാൻ ദശാനനൻ കണ്ടുകൂടാതോളമുള്ള പെരുമ്പടയുണ്ടതും കൊണ്ടു പൊയ്ക്കൊള്ളിനെല്ലാവരും ആയുധവാഹന ഭൂഷണജാലവും ആവോളവും കൊടുത്താൻ ദശകന്ധരൻ വെള്ളം കണക്കെ പരന്ന പെരുമ്പടയ്ക്കുള്ളിൽ മഹാരഥന്മാരിവരൻ വരും പോർക്കു പുറപ്പെട്ടു ചെന്നതു കണ്ടളവുക്കോടടുത്തു കവിപ്രവരന്മാരും സംഖ്യയില്ലാതോളമുള്ള പെരുമ്പട വൻകടൽ പോലെ പരന്നതു കടവൻ അന്തകൻ വീട്ടിലാക്കിയിടാൻ സത്വരം എന്തൊരു വിസ്മയം ചൊല്ലാവതല്ലേതും കല്ലും മലയും മരങ്ങളും കൈക്കൊണ്ടു ചെല്ലുന്ന വീരരോടേറ്റു നിശാചരർ കൊല്ലുന്നിതാശു കവിവരന്മാരെയും നല്ല ശാസ്ത്രാസ്ത്രങ്ങൾ തൂകി ക്ഷണാന്തരേ വാരണവാജീരഥങ്ങളും കാലാളും ദാരുണന്മാരായ രാക്ഷസവീരരും വീണു മരിച്ചുള്ള ചോരപ്പുഴകളും കാണായിതു പലതായൊലിക്കുന്നതും അന്തമില്ലാത്ത കബന്ധങ്ങളും പലതന്തികെ നൃത്തമാടി തുടങ്ങി ബലാൽ രാക്ഷസരൊക്കെ മരിച്ചതു കണ്ടതി രൂക്ഷതയോടുമടുത്താൻ നരാന്തകൻ കുന്തവുമേന്തി കുതിരപ്പുറമേറി അന്തകനെപ്പോലെ വേഗാലടുത്തപ്പോൾ അങ്കദൻ മുഷ്ടികൾ കൊണ്ടവൻ തന്നുടൽ ഭംഗം വരുത്തി യമപുരത്താക്കിനാൻ ദേവാന്തകനും പരിഖമുമായി വന്നു ദേവേന്ദ്രപുത്രതനയനോടെറ്റിതു വാരണമേറി മഹോദരവീരനും തേരിലേറി ത്രിശരസുമണഞ്ഞിതു മൂവരോടും പൊരുതീടിനാനങ്കദൻ ദേവാദികളും പുകഴ്ത്തിരാരന്നേരം കണ്ടു നിൽക്കും വായുപുത്രനും നീലനും മണ്ടി വന്നാശു തുണച്ചാരതു നേരം മാരുതി കൊന്നിതു ദേവാന്തകനെയും വീരനാൻ നീലൻ മഹോദരൻ തന്നെയും ശൂരനാകും ത്രിശിരസിൻ തലകളെ മാരുതി വെട്ടിക്കളഞ്ഞു കൊന്നിടിനാൻ വന്നു പൊരുതാൻ മഹാപാർശ്വനന്നേരം കൊന്നുകളഞ്ഞാൻ ഋഷഭൻ മഹാബലൻ മത്തനുന്മത്തനും മരിച്ചാൻ കവി സപ്തമന്മാരോട് അതിർത്തതി സത്വരം വിശ്വൈക വീരനതികായൻ അന്നേരം അശ്വങ്ങളായിരം പൂട്ടിയ തേരതിൽ ശസ്ത്രജാലവും നിറച്ചുവില്ലും ധരിച്ചസ്ത്രജ്ഞൻ അത്യർത്ഥമുത്തചിത്തനായി യുദ്ധത്തിനായി ചെറുഞാണൊലിയുമിട്ടു നക്തഞ്ചര ശ്രേഷ്ഠ പുത്രനടുത്തപ്പോൾ നിൽക്കരുതാഞ്ഞു ഭയപ്പെട്ടു വാനരരൊക്കവാൽ പൊങ്ങിച്ചു മണ്ടിത്തുടങ്ങിനാർ സാമർഥ്യമേറെയുള്ളോരധികായനെ സൗമിത്രി ചെന്നു ചെറുത്താനതു നേരം ലക്ഷ്മണബാണങ്ങൾ ചെന്നടുക്കും വിധൗ തൽക്ഷണേ പ്രത്യഗ്മുഖങ്ങളായി വീണുപോം ചിന്ത മുഴുത്തേതുമാവതല്ലാഞ്ഞേറ്റ മന്ധനായി സൗമിത്രി നിൽക്കുന്നതു നേരം മാരുതദേവനും മാനുഷനായി വന്നു സാരനാം സൗമിത്രിയോട് ചൊല്ലിയിടിനാൻ പണ്ടു വിരിഞ്ചൻ കൊടുത്തോരു കഞ്ചുകമുണ്ടതു കൊണ്ടവനില്ലേൽക്കയായുധം ധർമ്മത്തെ രക്ഷിച്ചു കൊള്ളുവാനിനി ബ്രഹ്മാസ്ത്രമേതിവൻ തന്നെ വധിക്ക നീ പിന്നെ നിന്നാൽ വധിക്കപ്പെടും ഇന്ദ്രജിത്തുന്നതനായ ദശാനനൻ തന്നെയും കൊന്നുപാലിക്കും ജഗത്രയം രാഘവൻ എന്നു പറഞ്ഞു മറഞ്ഞു സമീരണൻ ലക്ഷ്മണനും നിജപൂർവജൻ തൻ പദം ഉൾക്കാമ്പിൽ നന്നായി ഉറപ്പിച്ചു വന്ദിച്ചു പുഷ്കര സംഭവ ബാണം പ്രയോഗിച്ചു തൽക്ഷണേ കണ്ഠം മുറിച്ചാനതു നേരം ഭൂമൗ പതിച്ചോരധികായ മസ്തകം ആമോദം ഉൾക്കൊണ്ടുകൊണ്ടെടുത്തു കപികുലം രാമാന്തികെ വച്ചു കൈതൊഴുതീടിന രാമയം പൂണ്ടു വിശേഷിച്ച ശക്ഷോഗണം രാവണനോടറിച്ചാരവസ്ഥകൾ ഹാ വിധിയെന്നലറി ദശകണ്ഠനും മക്കളും തമ്പിമാരും മരുമക്കളും ഉൾക്കരുത്തേറും പടനായകന്മാരും മന്ത്രികളും മരിച്ചിടിനാനേറ്റവരെന്തിനി നല്ലതു ശങ്കരാ ദൈവമേ യുദ്ധം വിലപിച്ച നേരത്തു ചെന്ന് ഇന്ദ്രജിത്തും നമസ്കരിച്ചിടിനാൻ താതനെ ഖേദമുണ്ടാകരുതേതുമേ മനസ്സേ താതനു ഞാനിഹ ജീവിച്ചിരിക്കവേ ശത്രുക്കളെ കൊല ചെയ്തു വരുന്നതുണ്ടത്തലും തീർത്തങ്ങിരുന്നരുളേണമേ സ്വസ്ഥനായി വാഴുക ചിന്തയും കൈവിട്ടു യുദ്ധേ ജയിപ്പാൻ അനുഗ്രഹിക്കണമേ
എന്നതു കെട്ടു തനയനെയും പുണർന്നെന്നേ സുഖമേ ജയിച്ചു വരികമേ. വമ്പനാം പുത്രനും കുമ്പിട്ടു താതനെ തൻ പടയോടും നടന്നു തുടങ്ങിനാൻ. ശംഭുപ്രസാദം വരുത്തുവാനായി ചെന്നു ജംഭാരിജിത്തും നുകുംഭുല പുക്കിതു. സംഭാരജാലവും സമ്പാദ്യ സാദരം സംഭാവ്യ ഹോമമാരംഭിച്ചതന്നേരം. രക്തമാല്യം പരഗന്ധാനുലേപനയുക്തനായി തത്ര ഗുരുപദേശാന്വിതം. ഭക്തി പൂണ്ടുജ്വലിപ്പിച്ചഗ്നിദേവനെ ശക്തി തനിക്കു വർദ്ധിച്ചു വരുവാനായി. നക്തഞ്ചരാധിപപുത്രനുമത്രയും വ്യക്തവർണ്ണ സ്വരമന്ത്ര പുരസ്കൃതം. കർത്തവ്യമായുള്ള കർമ്മം കഴിച്ചത ചിത്രഭാനു പ്രസാദത്താൽ അതിദ്രുതം. ശസ്ത്രാസ്ത്ര ചാപരഥാദികളോടും അന്തർധ്യാന വിദ്യയും ലബ്ധാ നിരാകുലം. ഹോമസമാപ്തി വരുത്തി പുറപ്പെട്ടു രാമാദികളോടു പോരിനായ അശ്വരൻ. പോർക്കളം പുക്കോരു നേരം കപികളും രാക്ഷസരെ ചെറുത്താർത്തടുത്തിടിനാർ. മേഘജാലം വരിശംക്കുന്നത് പോലെ മേഘനാഥൻ കണതൂകി തുടങ്ങിനാൻ. പാഷാണ പർവ്വത വൃഷാദികൾ കൊണ്ടു ഭീഷണന്മാരായ വാനരവീരരും ദാരുണമായി പ്രഹരിച്ചു തുടങ്ങിനാർ. വാരണവാജി പദാധീരഥികളും അന്തകന്തൻ പുരിയിൽ ചെന്നു പുക്കവർ കന്തം വരുന്നതു കണ്ടോരു രാവണി. സന്താപമോടും അന്തർധാനവും ചെയ്തു സന്തതം തൂകിനാൻ ബ്രഹ്മാസ്ത്ര സഞ്ചയം. വൃക്ഷങ്ങൾ വെന്തു മുറിഞ്ഞു വീഴും വണ്ണം വൃക്ഷപ്രവരന്മാർ വീണു തുടങ്ങിനാർ. വൻപരാം മർക്കടന്മാരുടെ മെയ്യിൽ വന്നമ്പതും 100 200 അമ്പുകൾ കൊണ്ടു പിളർന്നു തെരുതെരെ കമ്പം കലർന്നു മോഹിച്ചു വീണീടിനാർ. 50 ബാണം വിവിന്തനേറ്റു പുനരൊമ്പതു മൈന്തനും 5 ഗജന്മേലും 90 ബാണം നളനും തറച്ചിതവണ്ണമേറ്റു ഗന്ധമാദനൻ മെയ്യിലും. 29 നീലനും 30 മീരഞ്ചു ബാണങ്ങൾ ജാമ്പവാൻ മെയ്യിലും. 6 പനസനും 7 വിനീതനും 6 സുഷേണനും 8 കുമുദനും 6 ബാണം ഋഷഭനും കേസരിക്കാറുമൊരമ്പതും കൂടെ വന്നേറ്റിതു. 10 ശതബലിക്ക് 9 ധ്രൂമനും 10 മുരട്ടും പ്രമാധിക്കതുമേറ്റു. 10 പുനരിരുപത്തഞ്ചുമേറ്റിതു ശക്തിയേറും വേഗദർശിക്കതുപോലെ. 40 കൊണ്ടു ദധിമുഖൻ മെയ്യിലും 42 ഗവാക്ഷനുമേറ്റിതു. 3 ഗവനും 5 ശരഭനും 3 ഒരു 4 സുമുഖനും. ദുർമുഖനേറ്റ് 24 സമ്മാനമായ 65 താരനും. ജ്യോതിർമുഖനും 60 പുനരാതങ്കമോടഗ്നിവദനനും. അങ്കദന്മേൽ 75 കൊണ്ടിതു തുങ്കനാം സുഗ്രവ്യനേറ്റു ശരശതം. ഇത്തം കപികുലനായകന്മാർ 67 കോടിയും വീണിതു ഭൂതലേ. മർക്കടന്മാർ 21 വള്ളവും മർക്കതനയനും വീണോരനന്തരം. ആവതില്ലേതും ഇതിന്നു നമുക്കെന്നു ദേവദേവന്മാരും അന്യോന്യമന്നേരം. വ്യാകുലം പൂണ്ടു പറഞ്ഞു നിൽക്കേ രൂഷാരാഘവന്മാരെയുമേതു വീഴ്ത്തീനാൻ. മേഘനാഥൻ മഹാവീര്യവത്രധരൻ ശോകവിഷണ്ണമായി നിശ്ചലമായതു. ലോകവും കൗണപാധീശ ജയത്തിനാൽ ആഖണ്ഡലാരിയും ശംഖനാദം ചെയ്തു. വേഗേന ലങ്കയിൽ പുക്കിരുന്നിടിനാൻ ലേഖസമൂഹവും മാഴ്ഗീകദാശയ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.